അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കൂട്ടുകാരെ, സഹോദരന്മാരെ, ഈയടുത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റു സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്ന, പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് റഹ്മത്തുള്ള ഖാസിമി എന്ന ഒരു ഉസ്താദ് പറഞ്ഞ വിഷയം. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി കിടക്കുന്ന മദീന, ആ നാട്ടിന് വലിയ പ്രത്യേകതയോ ആദരവോ ഒന്നുമില്ല, അതിനൊരു പ്രത്യേകമായി ബഹുമാനം കൽപ്പിക്കാൻ പാടില്ല എന്ന വളരെ അപകടകരമായ, അബദ്ധജടിലമായ വാദമാണ് അദ്ദേഹം വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ നിങ്ങൾക്ക് ആദ്യമായി കേൾക്കാം. മദീനത്ത് പോയി മരിക്കണമെന്ന് ചില ആളുകളും ആഗ്രഹിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് മദീന മൂത്തേടത്തേക്ക് വരണം എന്നാണ്. ഞാൻ മരിച്ചാൽ മദീന മൂത്തേടത്ത് വരുമെന്നാണ് എന്റെ വിശ്വാസം, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലൂടെ പറയുന്ന ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും മരണസമയത്ത് മരിക്കാൻ വേണ്ടി മദീനയിലാകണമെന്ന് കൊതിയുണ്ടാകും, ആഗ്രഹമുണ്ടാകും. എന്നാൽ റഹ്മത്തുള്ള ഖാസിമിയാകുന്ന ഞാൻ മദീനയിലേക്ക് പോയി മരിക്കണമെന്ന് ആഗ്രഹിക്കാത്തവനാണ്. എന്റെ നാടായ മുത്തേടത്തേക്ക് ഈ മദീന വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഇദ്ദേഹം ഏതോ ത്വരീക്കത്തിൽ ചേർന്ന് അതിലുണ്ടായ അപകടകരമായ വിഷയങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. ത്വരീക്കത്തുമായി ബന്ധപ്പെട്ട എന്തോ എഫക്റ്റാണ് ഇദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ പരിശുദ്ധമായ മദീനയെ കുറിച്ചുള്ള ഒരുപാട് ആദരവുകളും ബഹുമാനങ്ങളും പരിശുദ്ധമായ ഖുർആനും ഹദീസും അയിമ്മത്തും നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹം ഈ വിഷയങ്ങളൊക്കെ പഠിച്ചാൽ മദീനയെ കുറിച്ച്, അഥവാ ലോക മുസ്ലിമീങ്ങൾ ഏറെ ബഹുമാനിക്കുന്ന, നമ്മുടെ മരണവും നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സമയം മദീനയിലാകണമെന്ന് കൊതിക്കാത്ത ഒരു മുഅ്മിനും ലോകത്തുണ്ടാകൂല. ആ രൂപത്തിലുള്ള വലിയ ശ്രേഷ്ഠത കൽപ്പിക്കേണ്ട നാടായ മദീനയെ സംബന്ധിച്ച് ഇദ്ദേഹം അങ്ങനെ പറയുകയാണെങ്കിൽ പരിശുദ്ധമായ ഖുർആനും ഹദീസും അയിമ്മത്തിന്റെ ചർച്ചകളുമൊക്കെ പഠിക്കാത്തതിന്റെ കുറവായിരിക്കും. അല്ലെങ്കിൽ ഇദ്ദേഹം തീജാനി ത്വരീഖത്ത് എന്ന് പറയുന്ന പല കള്ളത്വരീഖത്തുകളിൽ കൂടി കുടുങ്ങിയ ആളാണ്. അപ്പോൾ അദ്ദേഹം ആ ത്വരീഖത്തുകളിൽ കൂടി അതിൽ ഉണ്ടായ എഫക്റ്റിലൂടെയാണോ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് അറിയുന്നില്ല. പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ മരിച്ചു നോക്കൂ. സൂറത്തു തൗബയുടെ 120 ആയത്തിൽ കാണാം മദീനയെ കുറിച്ചുള്ള പരാമർശം. മാ കാന ലി അഹ്ലിൽ മദീനത്തി വമൻ ഹൗലഹും മിനൽ അഅറാബി അൻ യതഖല്ലഫു അൻ റസൂലില്ലാഹി എന്നിങ്ങനെ തുടങ്ങി സൂറത്തു തൗബയുടെ 120 ആയത്തിൽ തബൂക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും സംബന്ധിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുന്ന സ്ഥലത്ത് മദീനയെ കുറിച്ചുള്ള വാക്കുകൾ ഇങ്ങനെ പരാമർശിച്ചതായി കാണാം. എന്നു മാത്രമല്ല, മദീനയുടെ ബഹുമാനം ഏതൊരു ഈമാനുള്ള മനുഷ്യനും ആ മദീനയുടെ മഹത്വം പറഞ്ഞാൽ തീരുകയില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുവത്തയിൽ കൊണ്ടുവന്ന ഒരു ഹദീസ്, ഇന്നൽ ഈമാന ലയഅരിസു ഇലൽ മദീനത്തി കമാ തഅരിസുൽ ഹയ്യത ഇലാ ജുഹ്രിഹാ. ഒരു പാമ്പ് അതിന്റെ രക്ഷപ്പെടാനുള്ള വഴിയായി മാളത്തിലേക്ക് ആഗ്രഹിക്കുന്നത് പോലെ മുഅ്മിനായ ഒരു മനുഷ്യനാണോ, ഈമാൻ പൂർണ്ണമാണോ, ഈമാനിൽ ദുർബലത ഇല്ലാത്ത ക്ലിയറുള്ള ഈമാനുള്ളവനാണോ, അവനിക്ക് എപ്പോഴും മദീനയിലേക്ക് എത്തണമെന്ന ആഗ്രഹം എല്ലാ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കും. മുഅ്മിനായ മനുഷ്യന്റെ ഖൽബ്, ഈമാനുള്ള മനുഷ്യന്റെ ഖൽബ് മദീന ആഗ്രഹിച്ചു കൊണ്ടിരിക്കും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിഷയം ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്തയിലൊക്കെ ഉദ്ധരിച്ചത് കാണാം. ഇമാം ഖാദി ഇയാദിനെ പോലത്തെ വലിയ വലിയ മഹാന്മാർ മദീനയെക്കാണ് മക്കയെക്കാളും വലിയ അഫ്ളലിയത്തുള്ളത്, ശ്രേഷ്ഠതയുള്ളത് എന്ന ചർച്ചയിൽ ശറഹ് മുസ്ലിമിലൊക്കെ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ശറഹ് മുസ്ലിമിൽ അങ്ങനെയുള്ള ഒരു ചർച്ച വന്നപ്പോൾ ഈ ഹദീസ് കൊണ്ടുവന്ന് ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി മദീനയെക്കാണ് മക്കയെക്കാളും ശ്രേഷ്ഠതയുള്ളത് എന്നൊക്കെ പറഞ്ഞതായി കാണാം. എന്നു മാത്രമല്ല, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ 3917 ഹദീസായും ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഹദീസ് ഗ്രന്ഥത്തിന്റെ 3112 നമ്പർ ഹദീസായും ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിന്റെ 5437 നമ്പർ ഹദീസായും പഠിപ്പിച്ചത് കാണാം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മനിസ്തതാഅ അൻ യമൂത ബിൽ മദീനതി ഫല്യമുത് ബിഹാ. ആരെങ്കിലും അവർക്ക് മദീനയിൽ വെച്ച് മരണപ്പെടാൻ സാധിക്കുകയാണെങ്കിൽ അവർ അവിടെ വെച്ച് മരിക്കട്ടെ. കാരണം അങ്ങനെ മദീനയിൽ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ അവർക്ക് പ്രത്യേകമായി ശുപാർശ ചെയ്യും. ശഫാഅത്ത് നാളെ ഖിയാമത്ത്
നാളിൽ ഞാൻ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീത്തിന്റെ കിതാബുകളിൽ നമുക്ക് ധാരാളമായി കാണാൻ കഴിയും. അപ്പൊ ഇത്രയും മദീനയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനം പറഞ്ഞ ആ നാട്ടിനെ കുറിച്ച് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ഒട്ടും ശരിയായിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ 1871 ഹദീസ് നമ്പറായി കൊണ്ടുവന്ന ഒരു ഹദീസ് ഉണ്ട്. വൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ. മദീനയെ സംബന്ധിച്ചതിന്റെ ആദരവും ബഹുമാനവും അറിഞ്ഞ ഒരാൾക്ക് മദീനയാണ് ഏറ്റവും ഖൈർ, അതാണ് ഏറ്റവും നല്ല സ്ഥലം ഭൂമിയിൽ വെച്ച് എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹദീസിൽ പഠിപ്പിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. മാത്രമല്ല അതേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയുടെ 1755 നമ്പർ ഹദീസിൽ പഠിപ്പിച്ചത് കാണാം. അൻ നബി ഹുറൈറത അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ബൈന ബൈതി വ മിൻബരി റൗദത മിർ റിയാദിൽ ജന്ന വ മിൻബരി അലാ ഹൗലി. എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ മിമ്പറിന്റെയും ഹൗലിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗ്ഗ പൂന്തോപ്പുകളിൽപ്പെട്ട ഒരു പൂന്തോപ്പാണ്. എന്റെ മിമ്പറോ അത് എന്റെ ഹൗലും മേലാണ് എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫതുഹുൽ ബാരിയുടെ 6ാം വാള്യം 123 പേജിലായി പഠിപ്പിച്ചത് കാണാം. വഖദ് വസ്തുദില്ല ബിഹി അലാ അന്നൽ മദീനത അഫ്ളലു മിൻ മക്ക ലിഅന്നഹു അസ്ബത അല്ലതി ബൈനൽ ബൈതി വൽ മിൻബരി മിനൽ ജന്ന. ഈ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, എന്റെ മിമ്പറിന്റെയും ഹൗലിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗ്ഗ പൂന്തോപ്പുകളിൽപ്പെട്ട ഒരു പൂന്തോപ്പാണ് എന്ന ഹദീസ് കൊണ്ട് തെളിവ് പിടിക്കാൻ പറ്റും. മദീനയാണ് ലോകത്തുള്ള മറ്റുള്ള എല്ലാ സ്ഥലങ്ങളെക്കാളും അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം എന്ന് തെളിവ് പിടിക്കാൻ കഴിയും. കാരണം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരിയുടെ ഹദീസിൽ പറഞ്ഞല്ലോ, എന്താണ് എന്റെ മിമ്പറിന്റെയും ഹൗലിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗത്തിന്റെ സ്ഥലമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇടയിലായിട്ടല്ലേ മദീന വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ആ മദീന ഏറ്റവും അഫ്ളലാണെന്ന് ഈ ഹദീസ് കൊണ്ട് തെളിവ് പിടിക്കാൻ കഴിയുമെന്ന് ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഹദീസും കൂടെ ഈ വിഷയത്തിന് തെളിവാക്കുകയാണ്. മദീനയാണ് അഫ്ളൽ എന്ന ചർച്ചയ്ക്ക് ഇമാം അസ്കലാനി തങ്ങൾ മറ്റൊരു ഹദീസും കൂടെ ഫതുഹുൽ ബാരിയിൽ തെളിവാക്കുകയാണ്. വഖദ് ഖാല ഫിൽ ഹദീസിൽ ആഖർ ലഖാബു ഖൗസി അഹദികും ഫിൽ ജന്നതി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. നിങ്ങൾക്ക് ദുനിയാവിലുള്ള എല്ലാം കിട്ടുന്നതിനേക്കാളും ഖൈർ നിങ്ങളിൽ ഒരാൾക്ക് സ്വർഗത്തിൽപ്പെട്ട ഒരു ചെറിയ അല്പഭാഗം കിട്ടലാണ്. അതാണ് ദുനിയാവിലുള്ള എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ഖൈർ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസും ഒക്കെ നോക്കുമ്പോൾ മദീനയാണ് ഏറ്റവും അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ ഭൂമിയിലുള്ള മറ്റു എല്ലാ സ്ഥലങ്ങളിലേക്കാളും ഖൈറായ സ്ഥലം എന്ന് മനസ്സിലാകുമെന്നൊക്കെ അസ്കലാനി തങ്ങൾ പറഞ്ഞത് കാണാം. അതുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഏതെങ്കിലും ത്വരീഖത്തുകളിൽ കുടുങ്ങിയ എഫക്റ്റ് ആണോ എന്നറിയില്ല. മദീനയെ കുറിച്ച് മുസ്ലിം ലോകം വളരെ ആദരവോടുകൂടിയാണ്, വളരെ റെസ്പെക്ട് വെച്ചുകൊണ്ടാണ് എല്ലാവരും കാണാറുള്ളതും സംസാരിക്കാറുള്ളതും അവിടെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്തും സലാം പറഞ്ഞുകൊണ്ടും ആദരിക്കാറുള്ളത്. ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അറിയില്ല. ഇദ്ദേഹത്തിന് ചില വിഷയങ്ങൾ ബോധ്യപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടെയാണ് മറ്റു സാധാരണക്കാർ അവാമുന്നാസുകളായ ജനങ്ങൾ ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ട് കുടുങ്ങിപ്പോകാൻ പാടില്ല എന്നൊക്കെ ബോധവൽക്കരണം നടത്താൻ വേണ്ടിയാണ് ഈ രൂപത്തിലുള്ള ഒരു ക്ലാസ്സിൽ വരേണ്ടി വന്നത്. മാത്രമല്ല തുടർന്നുകൊണ്ട് ഇദ്ദേഹം മദീനയെ കുറിച്ച് വളരെ ഇകഴ്ത്തി സംസാരിച്ചതിന് ശേഷം തുടർന്നുകൊണ്ട് ലോകത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ മുഴുവൻ ഒന്നടങ്കം, ഇന്ത്യൻ മുസ്ലിമീങ്ങളെ മാത്രമല്ല ലോകത്ത് ജീവിക്കുന്ന സർവ്വ മുസ്ലിമീങ്ങളെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. അന്ത്യനാളാകുന്ന സമയത്ത് മഹ്ദി ഇമാം വരികയാണെങ്കിൽ ആ മഹ്ദി ഇമാമിനോട് ഏറെ കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നത് അത് ഇവിടുത്തെ ഹിന്ദുക്കളായിരിക്കും അത്രേ അദ്ദേഹം പറയുന്ന വളരെ അബദ്ധം പിടിച്ച അപകടകരമായ വാദമാണ്. ഒന്ന് നിങ്ങൾ കേട്ടു നോക്കുക ഇൻഷാ അല്ലാഹ്. അറിയാം, മഹ്ദി ഇമാമിന്റെ കൂടെ നിൽക്കുക ഇന്ത്യയിലെ കോടിക്കണക്കായ ഹിന്ദുക്കളായിരിക്കും. അവർ ശുദ്ധരായ മനസ്കരാണ്. അവർ BJP ആണെങ്കിൽ പോലും മനസ്സ് ശുദ്ധാണ്. ഖിയാമത്ത് നാളിന്റെ സന്ദർഭം മഹ്ദി ഇമാമിന്റെ കൂടെ നിൽക്കുന്നത് കൂടുതലും മുസ്ലിമീങ്ങളല്ല ഹിന്ദുക്കളായിരിക്കും എന്ന വാദമാണ് ഇദ്ദേഹം വാദിക്കുന്നത്. എന്ത് തെളിവോടുകൂടിയാണ് ഇദ്ദേഹം ഇങ്ങനെ വാദിക്കുന്നത്? നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾ പോലും, അവർക്ക് പോലും ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിഷയങ്ങളാണ് അദ്ദേഹം വാദിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്നു, എല്ലാ ഹിന്ദുക്കളും ഒരുപോലെയല്ല. നമ്മുടെ നാട്ടിലെ BJP-ക്കാരും
അവർ വലിയ നല്ലവരാണ് എന്നൊക്കെ സംഘികളെ പോലും വെള്ളം പൂശിക്കൊണ്ടുള്ള സംസാരമാണ് ഇദ്ദേഹം തുടർന്നുകൊണ്ട് സംസാരിച്ചത്. ഇദ്ദേഹം എന്ത് ത്വരീക്കത്തിൽ പെട്ടുപോയതിന്റെ എഫക്റ്റിലാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് നമുക്കറിയുന്നില്ല. എന്നാലും ജനങ്ങളൊക്കെ മദീനയുടെ വിഷയത്തിൽ, അതിന്റെ ബഹുമാനത്തിന്റെ വിഷയത്തിലൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ട് വസ്വാസായി പോകാതെ, കുടുങ്ങിപ്പോകാതെ, അപകടത്തിൽ പെട്ടുപോകാതെ മദീനയുടെ ശ്രേഷ്ഠതയൊക്കെ മനസ്സിലാക്കി ജീവിക്കണം. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളായി തന്നെ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയാദർശങ്ങളിൽ അടിയുറച്ചുകൊണ്ട് തന്നെ ജീവിക്കണം. ഇദ്ദേഹത്തെ പോലത്തെ കള്ളത്വരീക്കത്തിന്റെ ആളുകളുടെ പ്രഭാഷണം കേട്ട് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ നശിപ്പിക്കുന്നവർക്ക് കൂട്ടുനിൽക്കുന്നവർ മുസ്ലിമീങ്ങൾ ആവാൻ പാടില്ല. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചിട്ടകളും നിയമങ്ങളും അനുസരിച്ച് ഇസ്ലാമിൽ ബഹുമാനിക്കാൻ പറഞ്ഞ സർവ്വ വിഷയങ്ങളെയും ബഹുമാനിച്ചും ആദരിച്ചും രണ്ട് ലോകത്തും വിജയം കൈവരിക്കുന്ന നല്ല മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു പ്രസംഗം നടത്തുന്ന ക്ലാസ് എടുക്കുന്ന എന്നെയും അതുപോലെ തന്നെ കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.